ഷേനം പിയേഴ്സൺ, ഇത് CPM-ന്റെ സമ്മേളന കാലത്തെ ആഭ്യന്തര രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളായി കാണേണ്ട വിഷയമാണോ? വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിച്ചു ഭരണകക്ഷി MLA. അതിൽ പറഞ്ഞിരിക്കുന്ന എത്ര കാര്യങ്ങൾ ശരി, എത്ര കാര്യങ്ങൾ തെറ്റ് എന്ന വിശകലനത്തിനപ്പുറത്ത് ഒരു പോർമുഖം തുറക്കുകയാണ് അവിടെ PV അൻവർ ചെയ്തത്. അതിനെ പാർട്ടി തന്നെ പ്രതിരോധിക്കുകയാണ്. MV ഗോവിന്ദൻ മാസ്റ്റർ അൻവർ അങ്ങനെയല്ല പറയേണ്ടത് എന്നുകൂടി പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കേവല രാഷ്ട്രീയ പ്രശ്നത്തിന് അപ്പുറത്തുള്ള മാനങ്ങളുള്ള വിഷയമല്ലേ? അല്ലെ, കേവല രാഷ്ട്രീയ പ്രശ്നം എന്ന നിലക്ക് ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും അതിനെ കേവല രാഷ്ട്രീയ വിഷയമായി മാത്രമേ പരിശോധിക്കുന്നുള്ളൂ എന്നതാണ് നമ്മൾ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ല അത് പരിഗണിക്കേണ്ടതെന്നാണ് പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൻ്റെ പ്രതിഫലനം ചിലപ്പോൾ വിവിധ പാർട്ടികളിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അരുണനങ്ങൾ ഉണ്ടാക്കിയേക്കാം. പക്ഷേ പ്രശ്നം എന്താണ്? പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പൊതുസമൂഹത്തിൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് പോലീസ് വകുപ്പ് എന്ന് പറയുന്നത്, ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ കൂട്ടുകാരാണ് എന്ന് പറയപ്പെടുന്നത്, കൊല്ലിക്കാൻ കൂട്ടുനിൽക്കുന്നവരാണ് എന്ന് പറയുന്നത്, അതേപോലെ രാഷ്ട്രീയ കൂട്ടുകച്ചവടത്തിന് പിമ്പുകളെ പോലെ പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയുന്നത്. ഇതെല്ലാം വളരെ അപകടകരമായ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അപായകരമായ സൂചനകൾ നൽകുന്ന ഒരു പ്രശ്നമാണ്. അതിനെ ആ ഗൗരവത്തിൽ എന്താണ് ഇവരെ ആരും ചർച്ച ചെയ്യാത്തത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് നമ്മളോട് എപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കണമെങ്കിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ പരിശോധിക്കുക, അതിൻ്റെ ചരിത്രം പരിശോധിക്കുക. മുഖ്യമന്ത്രി നമ്മുടെ സമൂഹത്തിനോടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞ ഒരു വാചകം ഇതാണ്: പോലീസിൻ്റെ മുഖമാണ് സർക്കാരിൻ്റെ മുഖമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോലീസിൻ്റെ മുഖമാണ് സർക്കാരിൻ്റെ മുഖമെന്ന് അദ്ദേഹം പറയുമ്പോൾ പോലീസ് ഏറ്റവും ഭംഗിയായിട്ടുള്ള പ്രവർത്തിച്ച് നീതിപൂർവമായിട്ട് ധാർമ്മികമായി പ്രവർത്തിച്ച് ഈ സർക്കാരിനെ മികച്ച സർക്കാരായിട്ട് മാറ്റി തീർക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് എന്ന സൂചന ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ നമ്മളെന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ അനുഭവം എന്താണ്? നമ്മുടെ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെയും ഈ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയെയും നിരന്തരമായിട്ട് അപഹാസ്യപ്പെടുത്തുകയും നാണം കെടുത്തുകയും ചെയ്യുന്നൊരു സംവിധാനമായിട്ട് കേരളത്തിലെ പോലീസ് സംവിധാനം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ഒരു തരത്തിലുള്ള ധാർമ്മികതയും നീതിബോധവുമില്ല എന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അവർ സംരക്ഷിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും അതേപോലെ തന്നെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെയും പ്രശ്നങ്ങൾ അവർ പരിഹരിക്കുന്നുണ്ടാവും. വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബൈക്ക് യാത്രികൻ അവൻ ഹെൽമെറ്റ് വെച്ചില്ല എങ്കിൽ പോലീസ് തടഞ്ഞു നിർത്തുന്നു, അവനോട് മോശമായി പെരുമാറുന്നു. ചില പ്രത്യേക മുഹൂർത്തങ്ങളിൽ അവൻ്റെ തലയ്ക്ക് ഹെൽമെറ്റ് തന്നെ വെച്ച് പോലീസ് അടിക്കുന്നു, അവൻ്റെ ചെകിടടിച്ച് പൊട്ടിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന പോലീസിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് കറുത്ത കൊടി, ഒരു മരിച്ച മനുഷ്യൻ്റെ വീടിൻ്റെ മുമ്പിൽ നാട്ടിയിരുന്ന കറുത്ത കൊടി എടുത്തുകൊണ്ട് പോകുന്ന പോലീസ്. അതെന്ത് പോലീസാണെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ആ പോലീസ് സമൂഹത്തിന് നൽകുന്നതായിട്ടുള്ള സന്ദേശം? അങ്ങനെ പോലീസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ജോലിയും പോലീസ് ചെയ്യാതിരിക്കുകയും എന്നാൽ പോലീസ് പലതരത്തിലുള്ളതായിട്ടുള്ള കൂട്ടുകച്ചവടങ്ങളുടെ ഭാഗമായി തീരുകയും ബിസിനസ്സുകാരെ പോലെ പ്രവർത്തിക്കുകയും അവർ ആ ബിസിനസ്സിൽ നിന്ന് അമിതമായി പണമുണ്ടാക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയ്ക്ക് എല്ലാവിധമായിട്ടുള്ള നേതൃത്വം നൽകുന്ന, അതിന് എല്ലാവിധമായിട്ടുള്ള സഹായം ചെയ്യുന്ന ഒരാളാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി എന്ന ആരോപണമാണ് നമ്മുടെ സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നത്. ആ നിരന്തരമായി നിൽക്കുന്നുണ്ട്. പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട്, പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ഒരു ആരോപണം വന്നാൽ, അങ്ങനത്തെ ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ പരിശോധിക്കാനും അതിൽ തെറ്റുണ്ടോ എന്ന് പരിശോധിക്കാനും തിരുത്താനുമാണ് യഥാർത്ഥത്തിൽ പാർട്ടി തയ്യാറാവേണ്ടത്. പാർട്ടി അങ്ങനെ തയ്യാറാകുന്നില്ലെങ്കിൽ പാർട്ടിയുടെ സ്വഭാവത്തിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ അഭിലാഷ്, പാർട്ടിക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? പാർട്ടി എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൻ്റെ ഇച്ഛയെയും താല്പര്യത്തിനെയും നിലനിർത്തുന്ന ഒന്നായിരിക്കണം പാർട്ടി എന്ന് പറയുന്നത്. അതിന് പകരമായിട്ട് പാർട്ടി സംഘടനയിലേക്ക് ഒതുങ്ങുന്ന സമയത്ത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഈ പാർട്ടിക്കകത്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. പാർട്ടിക്ക് പകരം സംഘടന, സംഘടനയ്ക്ക് പകരം സെക്രട്ടേറിയറ്റ്, സെക്രട്ടേറിയറ്റ് പകരം സെക്രട്ടറി, അവസാനം അത് പഴയകാലത്തെ സെക്രട്ടറി, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന തരത്തിലേക്ക് വരുന്ന സമയത്ത് അത് സ്വേച്ഛാധിപത്യത്തിൻ്റെ രീതിയിലേക്ക് പോകുന്നതായിട്ടുള്ള സംഘടനാ സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്. ആ പ്രശ്നമാണ് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യുമ്പോഴാണ് സമൂഹത്തിന് ഏറ്റുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പരിക്കുകളുടെ പ്രശ്നങ്ങളെ യഥാർത്ഥത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരുന്നത്. അതിലേക്ക് പോകുന്നില്ല ഒരു ചർച്ച. അതിന് പകരമായിട്ട് വളരെ ഉപരിപ്ലവമായിട്ടുള്ള സൂപ്പർഫിഷ്യൽ എന്ന് വിശേഷിപ്പിക്കും. അതാണ് പ്രശ്നം. ശരി, കൃത്യമാണത്.